ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് ഞാൻ രാവിലെ വിചാരിച്ചു. രാവിലെയാണ് ഓർത്തത് ചെയ്യാമെന്ന്. അപ്പോൾ പിന്നെ രാവിലെ തന്നെ ഞാൻ എടുത്തു. പിന്നെ രാവിലെ എണീറ്റ് ചായ ഞാൻ ഉണ്ടാക്കി, പക്ഷെ ഞാൻ കുടിച്ചില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചായ കുടിക്കത്തില്ല, നിർത്തിയ പരിപാടി. വലിയ താല്പര്യമില്ല. ഇപ്പം കൂടുതലും കാപ്പിയാണ് കുടിക്കാറ്. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ്, ഒത്തിരി രാവിലെ ഒന്നുമല്ല, ഒരു 9 മണി 9:30 ആയപ്പം എണീറ്റ് ഒരു കാപ്പിയൊക്കെ കുടിച്ചു. കുറച്ച് നേരം ഇരുന്നു. എന്നും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ, വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു ഒരു പാൻ കേക്ക് ഉണ്ടാക്കിയല്ലോ. നേരത്തെ ഒത്തിരി വീഡിയോ ഞാനിങ്ങനെ കണ്ടായിരുന്നു. നേരത്തെ ഈ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാലും അന്നൊന്നും 1-2 കഴിക്കാൻ താല്പര്യമുണ്ട്. അതിൽ കൂടുതലൊന്നും കഴിക്കാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ ആണെങ്കിൽ അക്സിബ ഉണ്ടായിരുന്നു, അവൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമായിരുന്നു. സാറ്റർഡേ ആണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അവളോട് കൂടി ഒരു പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ സാധനങ്ങളെല്ലാം നോക്കിയപ്പോൾ ഉണ്ട്. അപ്പം അങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി. ഇത് സംഭവം ഉണ്ടാക്കാൻ എളുപ്പമാണ്, എന്നാലും ഞാൻ ഓരോ വട്ടം ഉണ്ടാക്കുമ്പോൾ യൂട്യൂബിൽ ഒന്നുകൂടെ നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറവും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ അത്രയും സാധനം പോകുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാനും അവളും കൂടെ കൂടി അതൊക്കെ നന്നായിട്ടുണ്ടാക്കി. ആദ്യമൊക്കെ ഭയങ്കര ലൂസായിട്ടാണ് അത് വന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒത്തിരി വെള്ളം കൂടിപ്പോയി. പാലായിരുന്നു ഒഴിച്ചത് കേട്ടോ, പാല് കൂടിപ്പോയി. അപ്പം പിന്നെ ഞാനതിങ്ങനെ സെറ്റാക്കി എടുത്തു. പിന്നെ ആദ്യം ഉണ്ടാക്കിയത് ഒത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ തിക്കാക്കിയിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കി. അപ്പോൾ പെർഫെക്റ്റായിട്ട് വന്നു. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം ഞാനിങ്ങനെ ഒഴിച്ച് ഡെക്കറേറ്റൊക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ച് കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും താഴെ നമ്മുടെ അനുചേച്ചിയുടെ കുഞ്ഞുണ്ടായിരുന്നേ. അവനങ്ങനെ കയറി വരാറുള്ളതല്ല. അപ്പം കഴിഞ്ഞ ദിവസം കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവനാണെങ്കിൽ 1 വയസ്സാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം അവനായിട്ട് കുറേ നേരം അവിടെ നിന്നു. അപ്പം നല്ല വെയിലുണ്ടായിരുന്നു. കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഓർത്തുനിന്ന്, പക്ഷേ അവന് ആ മൂഡ് ശരിയല്ലാത്തതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അവിടെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഈ വൈറ്റ് കളറിലെ പൂവുണ്ടാകും, അത് ഒത്തിരി വീടിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് അപ്പുറത്ത് ഞങ്ങളുടെ പ്രവീൺ ചേട്ടായി ഇപ്പോൾ പരിപാടി ഞങ്ങളുടെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് 2 ഐസ്ക്രീമും കൊണ്ട് തന്നു. അതും കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ താഴെ അമ്മ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ രാവിലെ തൊട്ട്. അപ്പം ഞങ്ങൾക്ക് ചിലമ്പി ഈ പുളി ഉണ്ടല്ലോ, ഇവിടെ ചിലമ്പിപ്പുളി എന്നാട്ടോ പറയുന്നത്. അപ്പോൾ അത് ഞാനും അമ്മയും കൂടെ നേരത്തെ ഒരെണ്ണം പറിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു ഷോർട്ട് വീഡിയോ ആക്കി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് തീർന്നപ്പോഴത്തേന് ഞങ്ങൾ പിന്നെയും പറിക്കാനായിരുന്നു. ഇനിയുള്ളതെല്ലാം അങ്ങ് മണ്ടയിലായിരുന്നു. എനിക്കും അമ്മയ്ക്കും എത്തത്തില്ല. എന്നാലും ഞങ്ങൾ മണ്ടയിലൊക്കെ കയറി നിന്ന് കുറേ അത് പറിച്ച് ഞങ്ങൾക്ക് ഉണക്കി വെക്കാനായിട്ടായിരുന്നു. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു മണ്ടയിലായിട്ട്. ഒത്തിരി ഞങ്ങൾക്ക് എത്താത്തടത്തൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും പറിക്കാൻ നിന്നില്ല. അവിടെ ഇവിടെയൊക്കെ ഉള്ളതൊക്കെ പറിച്ച് ഞാൻ പറിക്കാൻ ചെന്നപ്പോഴത്തേന് ഒന്നും തന്നെ കിട്ടിയില്ല. അമ്മ പിന്നെയും അതിട്ട് നന്നായിട്ട് പറിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെന്ന് അത് വെച്ച് കുത്തിയിട്ട് പകുതി നിലത്ത് പോവുക. ആ കുപ്പിക്കകത്തൊന്നും വീഴുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ ചുവട്ടിൽ നിന്ന് കുറേ ചിലമ്പിപ്പുള്ളി പറിച്ചെടുത്തു, അത് ഉണക്കാൻ വെക്കാൻ വേണ്ടി കേട്ടോ. അപ്പം നല്ല വെയിലായിരുന്നു ആ സമയം. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അമ്മ അങ്ങ് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു കപ്പളങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അത് ഓമയ്ക്കാന്ന് എല്ലായിടത്തും പറയുന്നത്, ഇവിടെ കപ്പളങ്ങ എന്ന് പറയുന്നത്. ആ സംഭവം എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഇത് കൊല്ലത്തുനിന്ന് കൊണ്ടുവന്ന കേട്ടോ. നല്ലതായിരുന്നു, നല്ല മധുരമുള്ള സംഭവമായിരുന്നു, നല്ല കളറൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് മുണ്ടയ്ക്കാൻ പോകേണ്ട കാര്യമാണ്. ഇപ്പോൾ റിസോർട്ടിൻ്റെ കൂടെ ഞാൻ മുണ്ടയ്ക്കാൻ പോയി. പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു. ഞാനും കൂടെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പള്ളിയിലെ അച്ഛനെ കാണാനൊന്ന് പോകണമായിരുന്നു. ഞങ്ങൾക്കൊരു പാട്ടിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പം ഞങ്ങളുടെ ചർച്ചിൻ്റെ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കാനായിട്ട് അച്ഛനടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ സൺഡേ തൊട്ട് പ്രാക്ടീസിന് വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാനും ചേച്ചി ഇറങ്ങി. ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് കടകളിലൊക്കെ കയറണമായിരുന്നു. പിന്നെ എനിക്കത് കഴിഞ്ഞിട്ടൊരു സ്റ്റേഷനറി കടയിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. എനിക്കും ചേച്ചിക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ കടയിലൊക്കെ കയറി കുറേ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അവിടെയും പോയി. ടെസ്റ്റ് വരെ ഹോസ്പിറ്റലിൽ വരെ പോകണമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് അമ്മയുടെ അച്ഛനുണ്ടായിരുന്നില്ല. അപ്പച്ചൻ അവിടെയാണ് അഡ്മിറ്റായിരുന്നു. അപ്പച്ചനെ പോയി കണ്ടു. അപ്പം എൻ്റെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് കുറച്ച് നേരം അവിടെ നല്ല വ്യൂ ആണ്, വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ. അവിടെ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേന് സിയ അപ്പം ഞങ്ങളുടെ കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും അവളും കൂടെ മുറ്റത്തിറങ്ങിയപ്പോൾ തന്നെ ഇതിനകത്തെല്ലാം നല്ല പൂവുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഓരോന്നായിട്ട് പറിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ തലയിൽ ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ അവൾ പറഞ്ഞു എന്നാൽ പറിക്കാൻ പറഞ്ഞു. അവളെ കൊണ്ട് പറിപ്പിക്കും കേട്ടോ.
പിന്നെ ഓരോന്നായിട്ട് പറിച്ച് പിന്നെ അവളുടെ മുടി അങ്ങനെ കെട്ടി വെച്ചേക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ പൂവും ഞാൻ വെച്ച് കൊടുത്ത് ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്നും പറഞ്ഞു. എന്നിട്ട് 2 സൈഡിലും ഓരോ പൂ വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ തലയിൽ അങ്ങനെ വെച്ചപ്പോഴത്തേന്. പിന്നെ ഞാനും അവളും കുറേ നേരം മുറ്റത്ത് അവിടെ ഇരുന്ന് ഇതിലേക്ക്. പിന്നെ ഞങ്ങൾക്ക് ജാതിയുണ്ട്, ജാതിയുടെ ഈ ചെറിയ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പറിച്ച് അവളെന്നും ഇവിടെ വന്നാലും ജാതിയുടെ ആ പൂവുണ്ടല്ലോ അത് പറിക്കും. അത് മസ്റ്റാണ്, അവൾ തിന്നിരിക്കും. അവൾക്ക് കൈ എത്താത്തടത്താണെങ്കിൽ കൈ എത്തുന്നിടത്ത് പോയാണെങ്കിലും പറിച്ചെടുത്തിരിക്കും. അങ്ങനെ അതും കഴിച്ചിട്ട് ഞാനും അവളും കുറച്ച് നേരം മുറ്റത്തിരുന്നു. കഴിഞ്ഞ് സിയ ഇറങ്ങിപ്പോയായിരുന്നു. അവൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ പെയ്തായിരുന്നു. മഴയും മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.